കാത്തിരുന്നൊരു ചക്കരക്കുടം കയ്യിലെത്തുമ്പോൾ അമ്പാടിക്കൊരു ഗോലുമാല്. ചക്കരക്കുടം തൊട്ടു നോക്കി നാക്ക് പൊള്ളിയ ചങ്ങാടിക്കൊരു ഗോലുമാല്. നാളെയാണ് കല്യാണം. ഇവര് കരയുന്നത് ഒരച്ഛനമ്മേനെയും വിട്ടുപോണതിന്റെ വിഷമത്തിലാണ്, അതേ ഇഷ്ടപ്പെടാത്ത കല്യാണം നടത്തുന്നതിന്റെ വിഷമത്തിലാണ്. ഉറങ്ങാൻ പറ്റണ്ട, നെഞ്ചത്തൊരു ഭാരം തന്നല്ല. എനിക്കറിഞ്ഞോളടാ എന്തിനാണ് അവരുടെ മനസ്സിലുള്ളതെന്ന്. നീ പറഞ്ഞണക്കെ തന്നെ എനിക്കൊരു സമാധാനം കിട്ടില്ല, അതാ ഇങ്ങോട്ട് വന്ന്. ഇപ്പൊ അവള് കരയുന്ന കണ്ടപ്പം ഉള്ള സമാധാനം പോയി. ഇപ്പൊ തോന്നണം ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ലെന്ന്. പോവാ, ഇനി ഇവിടെ നിൽക്കണ്ട, ആരെങ്കിലും കണ്ടാൽ ശരിയാവൂല. വാ നമുക്ക് പോവാം. നാളെ ഇനി രാവിലെ എണീക്കണ്ടേ. വാ. നമ്മളെ കെട്ടിക്കൊണ്ടു പോണത് ഒരു വീട്ടിലല്ല, അവര് കസിൻസ് ആണെന്നാ പറഞ്ഞത്. നമ്മൾ രണ്ടുപേരും രണ്ട് വീട്ടിലായിരിക്കും. നീ എല്ലാത്തിനും എൻ്റെ കൂടെ കാണൂലടാ. ഞാൻ എന്ന് നിന്റെ കൂടെ തന്നെ കാണും, അതിനോരോ ഡൗട്ടും വേണ്ട. ഒരു കസിൻസ് ആയാലെന്ന് നമുക്ക് അവരുടെ അടുത്ത് പറയാം. എങ്കിൽ നമുക്ക് പറയാം അവരുടെ അടുത്ത് നമുക്കെല്ലാവർക്കും ഇവിടെ താമസിക്കാം. ഇവിടെ ആകുമ്പോൾ വല്യച്ഛൻ്റെ വല്യമ്മയുടെ വീടും തൊട്ടടുത്ത. അപ്പം നിങ്ങൾക്ക് അവിടെ നിൽക്കാം, നമുക്കിവിടെ നിൽക്കാം, നമുക്ക് എപ്പോഴും കാണാം. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം, ഒരിക്കലും പിരിയേണ്ടി വരില്ല. പറയാല്ലേ? എനിക്ക് പറയാം, നമുക്ക് കിടക്കാം. നാളെ രാവിലെ എണീക്കണം, നാളെ കുറേ പരിപാടികളല്ല. വാങ്ങിട്ട് പച്ച നേരം വിളിച്ചാ എണീക്കടാ. ഞാൻ എണീറ്റി. മക്കളെ നിങ്ങൾ ഒരുങ്ങിയോ? അയ്യോ പാച്ചു, പൊന്നു മക്കളെ, ഞാൻ പറയണ നീ ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ നിന്റെ കല്യാണം കഴിഞ്ഞ് ആ റോഡിലോട്ട് ഇറങ്ങി പിച്ചിച്ചട്ടി എടുത്ത് തെണ്ടേണ്ടി വന്നാലും ശരി, എന്റെ പൊന്നു മോൻ സ്വന്തമായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്തില്ലേടാ. ആ മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഞാൻ കൊടുത്തോളാം, കൊടുക്കാതില്ലെങ്കിൽ ഞാൻ കാല് പിടിച്ചെങ്കിലും വിട്ടോളാം. എന്റെ പൊന്നു മോൻ എനിക്ക് ലാഭം ഉണ്ടാക്കി തരണ്ട. ആദ്യമായിട്ടാണ് ആ പെൺകൊച്ച് നിന്നെ കാണുന്നത്. മണ്ഡപത്തിൽ നിന്ന് ആ പെൺകൊച്ചിനെ ഇറക്കി ഓട്ടിക്കില്ലേടാന്ന്. അല്ലെങ്കിൽ ആ ഒരു ചന്തയില്ല, ആ തള്ളനെ പോലെ തന്നെ. ഇടയ്ക്ക് നീ നിന്റെ സ്വന്തം മേക്കപ്പും കൂടെ ചെയ്ത് നശിപ്പിക്കില്ലേടാ. അന്നാൻ ചപ്പി ഇടയ്ക്ക് ഇതിട്ട് അവൻ കാണിക്കണം. നിങ്ങളെന്തിനാ അവനെ കയറി കടിച്ച്? അതുകൊണ്ടല്ലേ അങ്ങനെ ഇരിക്കുന്നത്. ഇതേ മനുഷ്യ എന്റെ കൊച്ചിനെല്ലാം പറഞ്ഞവരാണ്. അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്ത് മനുഷ്യ ഒരു കുറവ്. ഞാൻ സുന്ദരിയല്ലേ? എന്റെ കോളേജ് പിടിച്ചിരുന്ന സമയത്ത് എന്തിനാണ് ചക്കരയും മുത്തിയെ പൊന്നെ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കൊച്ചിനെ പറ്റി അന്ന് ഇത്രയും വർഷം കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് അന്നാ ചപ്പി ഇടക്കാനല്ലേ? നിങ്ങൾ വാട്ടാ, നിങ്ങൾ വാ, നിങ്ങൾ അങ്ങോട്ട് വാട്ടാ, ഇന്ന് കാണിച്ചു തരാം ഞാൻ. ഞാൻ പറയാമെന്ന് പറയുന്നു. വാ ഇങ്ങോട്ട്, നമുക്ക് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. മക്കളെ, ഞാൻ പറഞ്ഞാൽ മറക്കണ്ട, നീ ആയിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യണ്ട, അവര് ചെയ്തോളും കേട്ടാ. നന്ദ രാവിലെയുള്ള മൂഡ് കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതെ, ഞങ്ങളെ പരിപാടിയൊന്നും തുടങ്ങിക്കോട്ടെ, ഇവിടെ വന്നൊന്ന് ഇരിക്കുമോ? വരണം. ചന്തേനും കണക്ക് തന്നെ, എല്ലാം കണക്ക് തന്നെ. പാച്ചു, അവിടുന്നമാര് നമ്മളെ ഫസ്റ്റ് ലുക്ക് വീഴണം. വീണിട്ട് പിന്നെ അവിടെ നിന്ന് എണീക്കരുത്. പിന്നെ അമ്മ വേഗം ഒരുങ്ങും. നമുക്ക് പോകുമ്പം നേരത്തെ പോയിട്ട് അവിടെ സൂപ്പർ ഫ്ലൂ ഒഴിച്ചു വയ്ക്കാം. അതാകുമ്പോൾ അവന്മാർ വീണ അവിടെ നീക്കൂല, ഒട്ടി അവിടെ ഇരുന്നോളും. ഇവിടെ പൊട്ട നമ്മൾ പോണ കല്യാണത്തിനാണ്. അവളൊക്കെ വീണ പിന്നെ അവിടെ കിടക്കാനും പറ്റും. കല്യാണം നടക്കൂലടാ. മോനെ പാച്ചു, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചെയ്തിട്ടാ. നിനക്ക് ഭ്രാന്താണടാ. ഞാൻ പറഞ്ഞത് അവളന്മാരും നമ്മളെ ഫസ്റ്റ് ലുക്ക് തന്നെ നമ്മളെ ഇഷ്ടപ്പെടണമെന്നാണ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, അല്ലാതെ നടുവും തല്ലി അവിടെ വീണ് കിടക്കണമെന്നല്ല. ഞാൻ ഉണ്ടല്ല. എടാ, എനിക്ക് മനസ്സിലായി അവളുമാരെയൊക്കെ സ്വഭാവം കണ്ടിട്ട് നിനക്ക് തോന്നുന്നതാണ്.
ഏവന്റെ ഭംഗിയുണ്ട് വീഴാനായിട്ടാണെങ്കിൽ അവൾക്ക് എന്നേ നമ്മളെ കണ്ടേ തന്നെ വീഴേണ്ടല്ലേ. അവന്മാർക്ക് അങ്ങനെ ഒരു വികാരമില്ല. നിങ്ങളെ വേറെന്തെങ്കിലും കൊണ്ടുണ്ടാക്കിയതാണോ അത്? കോളേജിൽ നമ്മളെ പിറകെ നടക്കാത്ത പെമ്പിളനുണ്ടായിരുന്നു. ഇവന്മാര് കണ്ടപ്പോ തന്നെ ഇവർക്കെല്ലാം വിളിച്ച് തട്ടി തെറ്റി നിറച്ചിട്ട് വായി നോക്കി. ആ, അത് നീ പറഞ്ഞ ശരി തന്നെ. ആ, ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർക്കണം. എടാ, അളിയൻ പറഞ്ഞ ഓർമ്മയുണ്ട, അവളുമാരെ രണ്ടുപേരും മനസ്സ് വായിക്കാൻ ആർക്കൊന്നും പറ്റൂല, അവളുമാർക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും പണി അവളുമാർ തന്നിരിക്കും, സൂക്ഷിച്ചോളാം. ഒരു വാണിങ്ങിന്റെ രൂപത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. ബി കെയർഫുൾ. അവർ വലുതായിട്ടൊന്നും ചെയ്യില്ലടാ. ചിലപ്പോൾ വല്ല കൈനയുടെ വിഷമം നിലയ്ക്ക് പാല് തരും, അത്ര തന്നെ. അതും കുടിച്ചിട്ട് കിടന്നുറങ്ങിയാലോ ഒന്നും അറിയില്ല. ഓ, അത്രേ ഉള്ളല്ലേ. എന്നാ പിന്നെ നീ ഒരുങ്ങ്. നേരത്ത് എടി ചെറുക്കന്മാരെ, നിങ്ങൾ രണ്ടും ഒരുങ്ങിയില്ലേ ഇതുവരെ? വേഗം ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങ്, സമയം പോയി. അങ്ങനെ നിൽക്കണേ രണ്ടും കൂടെ. ഇവിടെ ചെറുക്കന്മാരെ അങ്ങോട്ട് ഒരുങ്ങ വേഗം. എത്ര പൊട്ടി വാരി അടിച്ചാലും ഇവന്മാര് സുന്ദരനാവും. അതിനുവേണ്ടി ഞാൻ ചിരിച്ചുള്ള സ്റ്റേജിന് ഫ്രണ്ടിൽ നിന്നാണ്ടല്ല, എന്നുള്ള പെണ്ണുങ്ങളെല്ലാരും എന്റെ പുറകെ വരും. അത്രയ്ക്ക് ഗ്ലാമറിനെ ഞാൻ എന്ത് ചെയ്യാം? എനിക്ക് ജനിച്ചതൊരു വേറെ നല്ലതായിപ്പോയി. അവളെ സൗന്ദര്യം വേറെ ആരെയല്ല. ആ, നിങ്ങളെ പെണ്ണുങ്ങളെ നോക്കാനേക്കാണ് ഈ ഒരുങ്ങി നിൽക്കണേന്ന് എനിക്ക് മനസ്സിലായി. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി എന്റെ കൂടെ നിന്നുകൊണ്ട. ഇല്ലെങ്കിൽ നിങ്ങളെ കുറുമുട്ടിയാന്നാറ്റി ഒടിക്കും. നോക്കോ, മോന്റെ കല്യാണത്തിനെന്ന് കാലൊടിഞ്ഞ് ഇഴഞ്ഞ് നടക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നോണ്ട. ഓ, നേരെ ഒരു ചിരി. നിങ്ങൾ ചിരിച്ചാ നോക്കിക്കോ, ആ ചുണ്ടും കുത്തിത്തേക്ക് ഇത് വെക്കുന്നേ. എന്റെ സൗന്ദര്യത്തിന് എന്തൊരു പാട്. ആ സമയത്ത് ഓടിപ്പറക്കി എന്റെ പിറകെ നടന്നോണ്ടല്ലേ എനിക്ക് ഞാൻ ഇടങ്ങി നട്ടു ചെറുക്കന്മാരെ കെട്ടിപ്പോയത്. ഇതിപ്പം കാണാനും കൊള്ളൂല, ഒരു ഉപയോഗവും ഇല്ല. എന്തായാലും നിങ്ങൾ രണ്ടും കൂടെ ഇവിടെ വന്ന് അടി ഉണ്ടാക്കി. എന്ത് പിള്ളേരെ ഞങ്ങൾക്ക് രണ്ടെണ്ണത്തിന് അടി കാണോ? കുറെ നേരം ആയി കിടന്നു. പിള്ളേരെ കല്യാണമാണ്. രണ്ടും കൂടെ കിടന്ന് ഇതേ മര്യാദയ്ക്ക് അവിടെങ്കിലും അടങ്ങി നിന്നോ. അളിയനാണെന്ന് ഞങ്ങൾക്കില്ല. ചവിട്ടിക്കൂട്ട് മുന്നോട്ട് ഇങ്ങോട്ടല്ല. ഓ, അല്ലെങ്കിൽ പെങ്ങളും ചേട്ടനും കൂടാന്ന് വെച്ചാൽ നമ്മളെ പുറത്താണില്ല. ഞാനും എന്റെ മോനും മാത്രമാണ്. അതെ. ഓ, പറഞ്ഞു വരും ഞാൻ പോണ കല്യാണത്തിന്. ഓ, ഈ മനുഷ്യനെ കൊണ്ട് ചേട്ടാ ഞാൻ വരണേ. അതിനെ പോയി സമാധാനിപ്പിക്കട്ടെ. അല്ലെങ്കിൽ മോന്തയും തീർപ്പിച്ച് നടക്കും. മാമനെ കൊണ്ടേ പറ്റുള്ളൂ. നിൽക്കുന്ന അടിയുണ്ടാക്കിയ സാധനം ഇപ്പൊ പറയ പോണണ്ട. ആ, അവള് പണ്ട് മുതലേ അങ്ങനെയാ. നിന്റെ അടുത്ത് അവന് വഴക്കുറയാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരും. ഞാൻ അവനെ വഴക്കുറഞ്ഞ് എന്നെ തള്ളിക്കളഞ്ഞിട്ട് അവന്റെ പുറകേന്ന് പോകും. എനിക്കറിയാവുന്നതൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ പറ്റി നോക്കുന്നില്ലേ. നിന്റെ മുഖം എന്താ അണ്ണാൻ ചപ്പിയാണെങ്കിൽ ഇരിക്കുന്നത്? അവന്റെ പ്രിയപ്പെട്ട ഒരാൾ വന്നില്ലല്ലോ, അതിന്റെ പാട്ടുവാ. അവളെ ഭാരോടാ, നീ അടങ്ങി നിൽക്കേ. ഭാര്യോട് മക്കളെ എന്തിനായി ഒരുങ്ങിയ? നോക്കിയാണ് സ്വാതി, എത്ര പെട്ടെന്ന് അവർ വളർന്നല്ലേ. ശരിയാ. മാവില് മാവ് കായ്ക്കുമ്പോ അതിന്റെ മണ്ടയില്, പ്ലാവില് ചക്ക കായ്ക്കുമ്പോ അതിന്റെ മണ്ടയില്, എന്തിനു കാവന്നാലും അതിന്റെ മണ്ടയിൽ കയറുന്ന മരം കയറി രണ്ട് മക്കള് ഇന്ന് ഒരുങ്ങി രണ്ട് ചെറുക്കന്മാരെ കൈ പിടിച്ചേൽപ്പിക്കാൻ പോവുക. എന്റെ മക്കള് രണ്ടുപേരും നന്നായി വരും.
നിങ്ങളെ പൊന്നു പോലെ നോക്കുന്ന 2 ചെറുക്കന്മാരെ നമ്മൾ കണ്ടുപിടിച്ചേക്കണം. അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. നമ്മൾ ഇന്നും അങ്ങനെ തന്നെയായിരിക്കും. നീ ചെറുക്കനെ കെട്ടിയാലും ശരി, ആരെ കെട്ടിയാലും നിങ്ങളെ രണ്ടുപേരും മരം കയറി മക്കളതായിരിക്കും. നിങ്ങൾ നോക്കിക്കല്ലെങ്കിൽ താലി കെട്ടി കഴിഞ്ഞ ഉടനെ അവ പോയി മരം കയറി കളയാം. ഏത് മരം കയറണമെന്ന് മാത്രം പറഞ്ഞാൽ അല്ലേ എടുത്തേ ചുട്ടി. ഇതിപ്പോ ചെറുക്കന്മാർക്ക് പെണ്ണിനെ മാറിപ്പോവും. ഞങ്ങൾക്ക് പ്രശ്നമില്ലട്ടാ, അച്ഛന്മാർക്ക് പ്രശ്നം ഉണ്ടാകുന്ന ഇപ്പോഴേ ചോദിച്ചോളൂ. ഓ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലേ, നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അല്ലേടാ ചേട്ടാ? ആ, ഇതിന് എനിക്ക് എൻ്റെ അനിയന് ഒരേ അഭിപ്രായം, നമ്മൾ രക്ഷപ്പെടും. രണ്ടിനെ രക്ഷപ്പെടുത്തരുന്നുണ്ട്. വീട്ടിലോട്ട് പോയേ കേട്ടാ. നിത്തുട്ടി, തേച്ചുട്ടി, നിങ്ങൾ എത്ര വളർന്നാലും നാളെ നിങ്ങളൊരു കുഞ്ഞിൻ്റെ അമ്മയായാലും ആ കുഞ്ഞിൻ്റെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ മുതൽയായാലും നിങ്ങളെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഉദരത്തിൽ ചൂന്ന് പ്രസവിച്ച് നിങ്ങളുടെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന അതേ കുഞ്ഞുങ്ങൾ നമ്മൾ അങ്ങനെ തന്നെയാണ് നിങ്ങളെ കാണുന്നത്. അത്രയും സ്പെഷ്യലായിട്ടാണ് നിങ്ങളെ നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തും തുറന്നു പറയാനുള്ള ഒരാൾക്ക് അവകാശം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്തോ ഈ തീരുമാനം മാത്രം നിങ്ങളെ ഫോഴ്സ് ചെയ്യിപ്പിച്ചെടുത്ത എനിക്കൊരു തോന്നൽ. ഉറങ്ങാൻ പറ്റുന്നില്ലടാ ആ ചിന്തകൾ കാരണം. ഒരുപാട് അലട്ടുന്നുണ്ട് ആ ചിന്തകൾ. ബാക്കി എല്ലാ തീരുമാനങ്ങളും നമ്മളെടുത്ത് തെറ്റാണെങ്കിൽ കൂടി തിരുത്താനായിട്ട് പറ്റുമായിരുന്നു. പക്ഷെ ഇത് നിങ്ങളുടെ ജീവിത നിങ്ങൾ ജീവിച്ച് തുടങ്ങിയ പിന്നെ അതാ എപ്പോഴും ഒരു കറുത്ത നേരിലായിട്ട് കൂടെ കാണും. എന്നാലും നമ്മളെടുത്ത ഈ തീരുമാനം തെറ്റാണെന്ന് തോന്നിയത് ആ നിമിഷം നിങ്ങൾക്കത് ശരിയാക്കാനുള്ള അവകാശം ഞങ്ങൾ തരുക. ഞങ്ങൾ നിങ്ങളെ കൂടെ കാണും. നിങ്ങളുടെ തീരുമാനത്തിലൂടെ എന്നും മറക്കരുത്. ഇപ്പൊ ഓരോ പെൺകുട്ടികളുടെ ജീവിതം അവസാനിപ്പിക്കുന്നത് കേൾക്കുമ്പോ പേടിയാ. കല്യാണം കഴിപ്പിച്ചിടാൻ പേടിയാടാ. അതുകൊണ്ട് പറയാ അമ്മേ, ഒരു കൂടെ നിങ്ങളടുത്ത് പറയാ, ഞങ്ങള് കാണാൻ നിങ്ങളെ കൂടെ എന്തിനും ഏതിനും. ഞങ്ങൾക്കറിയാം ഞങ്ങളെ മക്കളെ ഇത്രയും വർഷം ഞങ്ങളാ നോക്കിയ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്യും എന്ത് തെറ്റ് ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഈ 24 വർഷം ഞങ്ങളെ കൂടെ നിന്നിട്ട് ചെയ്യാത്ത തെറ്റ് നിങ്ങൾ മറ്റൊരു വീട്ടിൽ പോയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളെ തെറ്റാവണമെന്നില്ല. അതിനെ നിങ്ങളെ പ്രലോഭിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ ഈ തീരുമാനം എന്ന് തെറ്റെന്ന് തോന്നുന്നു അന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ ശരിയായിട്ടുള്ള തീരുമാനം എടുക്കാം. ആ തീരുമാനത്തിന്റെ കൂടെ നിങ്ങളെ കൈ പിടിച്ച് നിങ്ങളെ തോളോട് ചേർന്ന് ഞങ്ങൾ കാണും, നിങ്ങളുടെ അച്ഛനും അമ്മയും. അതുകൊണ്ട് എൻ്റെ മക്കൾ 2 പേര്, ഞങ്ങൾക്കറിയാം നിങ്ങൾ അങ്ങനെയുള്ള അഴുക്ക ചിന്തകളൊന്നും മനസ്സിൽ കൊണ്ടുവരില്ലാന്ന്. ഉള്ളിൽ പേടിയടാ, അതുകൊണ്ട് പറഞ്ഞതാ. അങ്ങനെ നിങ്ങൾ വലിയ കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടുണ്ടേട്ടാ. അങ്ങനെ നിങ്ങൾക്കുള്ള സന്തോഷത്തിന് വേണ്ടി നമ്മളെ ജീവിതം സാക്രിഫൈസ് ചെയ്യാനുള്ള അത്ര വലിയ മനസ്സൊന്നും ഞങ്ങൾക്കില്ല. നമ്മളങ്ങനെ ചെയ്യത്തുമില്ല കേട്ടാ. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അത് തന്നെ, നമ്മുടെ അമ്മയും അച്ഛന്മാരും വലിയ ടെൻഷനൊന്നും അടിക്കണ്ട. നിങ്ങളുടെ സന്തോഷത്തോടെ പൂർണ്ണ മനസ്സോടെ സമ്മതത്തോടെ തന്നെയാണ് നിങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പണി പുറകെ വരുന്നുണ്ട്, നോക്കി ഇരുന്നാൽ മതി കേട്ടാ. അല്ലാതെ നമുക്ക് ഈ കല്യാണത്തിന് സങ്കടമോ വിഷമോ അല്ലെങ്കിൽ ഒന്നുമില്ല. നമ്മൾ സന്തോഷത്തോടെ തന്നെയാ പോകാൻ പോണേ. പിന്നെ എല്ലാവർക്കും ഇറങ്ങാം. എല്ലാം റെഡിയായല്ല ചെറുക്കന്മാര്? എല്ലാം ഓക്കെ അല്ലേ? ഇറങ്ങാം. അപ്പോൾ വരും, സമയമായി, അവിടെ എത്താറ സമയമായി. അവർ വിളിച്ചിരുന്ന് ഇറങ്ങാന്ന് പറഞ്ഞു. വേഗം അവിടെ ഇറങ്ങി.
ആ പെങ്കൊച്ചു വിളിച്ചാ എന്തേലും പറഞ്ഞു? ഒരു ചെറുക്കന്റെ മുഖം ഇരിക്കുന്നുണ്ട. എന്തേരാവണം എനിക്കറിഞ്ഞൂടാ. അവർക്ക് കല്യാണത്തിന്റെ സമയത്ത് ഇനി എത്താൻ പറ്റൂല. അപ്പൊ അവനൊരു സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്തരാ ചെയ്യുന്ന എന്നെ കൂടെ അടിയാവല്ലെന്ന് പറഞ്ഞു. സർപ്രൈസ് എല്ലാം കൂടെ അവസാനം അടിയിൽ ഒതുങ്ങി വരുന്ന കൊള്ളാം. അതെ, ഇന്ന് സുന്ദരിയായിട്ടുണ്ട്. നമുക്കൊന്ന് കാണണം. മക്കളെ കാര്യം കഴിഞ്ഞിട്ട് വരട്ടെ. വിശദമായി ഒന്നും കാണേണ്ടതായി ഉണ്ട്. മക്കളെ കല്യാണമായി മനുഷ്യൻ്റെ അവിടെ കൊഞ്ചത്. അതെ, രണ്ടും കൂടെ സൊള്ള തീർന്നെങ്കിൽ വാങ്ങിയിട്ട് വന്ന് കയറി വണ്ടിയിൽ പോവാ. ചുള്ളി കൊണ്ട് നടക്കുക. അതേനാണെന്ന് കൂടിയാളി. നിങ്ങൾ ആരുടെ പറയുന്ന പിന്നെ അവന്മാരധികം വിടഞ്ഞാലേ അവൻ്റെ മുയലും വല്ലില്ലേ അതടിച്ചെന്റെ തേച്ചുട്ടി ആക്കിട്ടോ. ഇല്ലേ മോളെ ഇപ്പൻ്റെ പിന്നെ പറയാൻ വേണ്ടല്ലോ. എന്റെ പൊന്നമ്മാരെ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഞങ്ങളെ പൊന്നുപോലെ നോക്കില്ലെങ്കിൽ അമ്മമാരെ നമ്മളെ പൊന്നൊരുക്കും പോലെ ഒരുക്കിയെടുക്കും. അമ്മ എടുത്താ കളി നമ്മൾ എന്നും ഒരുപോലെ തന്നെയായിരിക്കും. നാളെ രാവിലെ നോക്കിയോ നിങ്ങൾ കളി കാണുന്നത് നമ്മളെ ആയിരിക്കും. ആ പരമ്പത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന നിങ്ങൾ പഴയ തേച്ചോട്ടി മിത്തോട്ടിയും. മുയലുമല്ല, നീ ആരുടെ ചേട്ടായി പറയണ? വേറെ ആരാ? നിന്റെ മരുമോനെ തന്നെ. അവന്റെ ഫ്രണ്ടിൽ രണ്ട് പല്ലി തന്നെ. മുയലിനും പല്ലിയിരിക്കുന്ന. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ മുയലും പല്ലി. എടാ ചേട്ടാ, മര്യാദ സംസാരിച്ചോണ്ടോ? എന്റെ മരുമോനെ വല്ല പറഞ്ഞാൽ നോക്കൂ. നിന്റെ മരുമോനെ കണ്ട പൂച്ചനെ കണക്ക് കറക്റ്റ് പൂച്ചയുടെ ഷേപ്പ് തന്നെ. അത് പൂച്ചനെ കണക്ക് എന്ന സ്വഭാവവും ഒന്ന് തോന്നണം. നിനക്ക് പറ്റിയ സാധനം തന്നെ. നേരാ കൊച്ചെറുക്ക വാടച്ചോ. നീ എന്റെ മരുമോനെല്ലാം പറഞ്ഞയക്കും. രണ്ടും കൂടെ അവിടെ അടികൂടിക്കൊണ്ട് നിന്നത്. ആ ചെറുക്കന്റെ വീട്ടുകാരൊക്കെ എത്തി. അടികൂടിക്കൊണ്ടൊക്കെ നിൽക്കിയത് രണ്ടു കൂടെ. വാങ്ങിയായിട്ട് ഇറങ്ങിയില്ലാണ് കൂടെ. തേച്ചുട്ടി ഇന്നത്തെ സൂപ്പർ ആയിട്ടാ കാണാൻ പോയില്ല. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരട്ടേട്ടാ. എന്ത് ചെയ്യാൻ? എല്ലാത്തിനും ഞാനല്ലേ ഉള്ളൂ. ആയിട്ടാ നടക്ക് മക്കളെ. ഞങ്ങള് വെളിയിൽ അവരെ സ്വീകരിച്ചിരുത്തിട്ട് വരാം കേട്ടോ. അമ്മ വന്ന് വിളിക്കാം മക്കളെ. ഇവിടെ ഇരിക്കും. അധികങ്ങാട്ടി കിടന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് നിന്നെ എടുത്തോളാം. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്റെ അടുത്ത്. നീ ചോദിക്കണ്ട തേച്ചുട്ടി. ആ കല്യാണം ഉറപ്പിച്ചേരേ. ശരിയെന്നാ ഞാൻ പോണേ. ഇവന്റെ ഒരു കാര്യം. നീ എന്തിനാണ് ചുമ്മാതെ ഭ്രാന്ത് പഠിപ്പിക്കുന്ന? അവളെ നിനക്കും ഇഷ്ടം തന്നെയല്ലേ? പിന്നെന്ത്? പിന്നല്ലാതെ അവളല്ലാതെ വേറെ ആരും എന്റെ നാട്ടിനിട്ട് ഞാൻ എന്റെ വീട്ടിൽ കയറ്റില്ല. പിന്നെ ഇതിനാണ് ചെറിയ വേണ്ടിയിട്ട്. എല്ലാരും മിസ് ചെയ്യല്ലേടാ. നീ അതോർത്ത് ടെൻഷൻ അടിക്കാതെ നമുക്ക് പറഞ്ഞ് സെറ്റാക്കാം. ഞാനല്ലേ നിന്റെ കൂടെ ഉള്ള. നമ്മളെങ്ങും പോവില്ല. അവരെ കൂടെ തന്നെ കാണും. ഓക്കെ? അത് തന്നെ. അവന്മാരെ സമ്മതിച്ചില്ലെങ്കിൽ അവന്മാരെ അച്ഛന്മാരെ കൊണ്ട് നമ്മൾ സമ്മതിപ്പിക്കും. അമ്മ അടുത്താണ് കളി. മക്കളെ ആ സമയമായി ഇറങ്ങാം. നമ്മുടെ മാഷന്മാര് ഹാജർ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ തുടങ്ങിയല്ലേ. പിന്നെ അല്ല എക്സ്പ്രഷൻ വാരി വെറുതെ റെക്കോർഡി മോളെ. എനിക്ക് വയ്യ, എന്റെ പേടിയൊക്കെ അങ്ങ് കുറഞ്ഞു. ഇന്നല്ലോ കല്യാണം കല്യാണം. തോഴികൾ തരകൾ കാതിൽ പറഞ്ഞല്ലോ കിന്നാരം. നാണം നിറഞ്ഞു തൊടുത്തു വിരിഞ്ഞ പെണ്ണിന്നു വെണ്ണില പുഴയിൽ കുളിച്ചു. മുഖത്തിരകൾ മിഴിയിൽ ഇളകും പെണ്ണിനെ പുലരി സുഗന്ധം പുരട്ടി ഒരുങ്ങി. സവാലി സ്വപ്നങ്ങൾ ചെയ്ത് പൂഞ്ചേലയണിഞ്ഞു. മാനത്തെ മുല്ലയ്ക്ക് ഇന്നല്ലോ കല്യാണം. മടലോരം പാതാ
ഇഷ്ടം കൂടാൻ ഒരു ശൃംഗം വന്നാലോ കഥ ചൊല്ലാനുണ്ടോ പിന്നെ നെഞ്ചിൽ തീയല്ലേ പണ്ടേ പറഞ്ഞിട്ടില്ലേ നീ കണ്ടറിഞ്ഞിട്ടില്ലേ ഒരു പെണ്ണോടിഷ്ടം വന്നാൽ ആരും മാനായി തീരൂലേ ചൊല്ലു കാണാതെ നിൽക്കാനും വയ്യാതായെന്നോ ഇന്നു മിണ്ടിയിട്ടും മിണ്ടിയിട്ടും തീരാതായെന്നോ വന്നു തൊട്ടിട്ടും തൊട്ടിട്ടും പോരാതായെന്നോ ഇപ്പം നെഞ്ചോരം കൽക്കണ്ട കൂടുന്നുണ്ടെന്നോ കഥമാനോടിഷ്ടം കൂടാനൊരു രംഗം വന്നാലോ കഥ ചൊല്ലാനുണ്ടോ പിന്നെ ഇവിടെ നെഞ്ചിൽ തീയല്ലേ നുള്ളാതെ കിള്ളാതെ കോപിപ്പിക്കാതെ മുൾവാക്കാലോ നോക്കാലോ നോവിപ്പിക്കാതെ ഒന്ന് നുള്ളാതെ കിള്ളാതെ കോപിപ്പിക്കാതെ മുൾവാക്കാലോ നോക്കാലോ നോവിപ്പിക്കാതെ ചിങ്കാര ചുണ്ടത്തെ തിരിവട്ടം താഴാതെ കടമാനെ നിന്നെ കാട്ടും കണ്ണിന്റെ കണ്ണായവൻ ചൊല്ലു കാണാതെ നിൽക്കാനും വയ്യാതായെന്നോ ഇന്നു മിണ്ടിയിട്ടും മിണ്ടിയിട്ടും തീരാതായെന്നോ വന്നു തൊട്ടിട്ടും തൊട്ടിട്ടും പോരാതായെന്നോ ഇപ്പം നെഞ്ചോരം കൽക്കണ്ട കൂടുന്നുണ്ടെന്നോ താഴത്തും വെക്കാതെ തോളിൽ വെക്കാതെ കണ്ണൂരത്തിന്നെങ്ങോട്ടും മാറിപ്പോവാതെ ഓ താഴത്തും വെക്കാതെ തോളിൽ വെക്കാതെ കണ്ണൂരത്തിന്നെങ്ങോട്ടും മാറിപ്പോവാതെ ആരോമൽ മെയ്നീതേ വലയൊന്നും വീഴാതെ ചുണയോടെ കാവൽ നിൽക്കും കണ്ണൊന്ന് ചിന്മാതവൻ ചൊല്ലു കാണാതെ നിൽക്കാനും വയ്യാതായെന്നു ഇന്ന് മിണ്ടിയിട്ടും മിണ്ടിയിട്ടും തീരാതായെന്നു വന്ന് തൊട്ടിട്ടും തൊട്ടിട്ടും പോരാതായെന്നു ഇപ്പം നെഞ്ചോരം കൽക്കണ്ട കൂടുന്നുണ്ടെന്നോ രണ്ടിനെ കുരുത്തക്കേട് ഇവിടെ വെച്ച് നിർത്തിക്കോണം കെട്ടിച്ച് ഒരു ഭാര്യയാണിപ്പം അത് ഓർക്കണം ഓ ഇന്നേ ഹോ വല്യമ്മേനെയും അമ്മേനെയും കണ്ടാണ് ഞാൻ പഠിച്ചത് ഞാനല്ല ഞങ്ങൾ പഠിച്ചത് അപ്പൊ നിങ്ങൾ എത്രത്തോളം നിങ്ങളെ ഭർത്താക്കന്മാരെ റെസ്പെക്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം അതുപോലെ നമ്മളും ചെയ്യണം പോയി വരട്ടെ ടാറ്റാ ഓ ഇതൊക്കെ രണ്ടും ഒരു വിധത്തിൽ മാറൂല എന്റെ ദേവി എന്റെ രണ്ട് മക്കളെയും കാത്തോണ്ട് ഒരാത്തും വരത്തല്ലേ സന്തോഷമായിട്ടുള്ള ജീവിതം അവർക്ക് നൽകണേ നീ അമ്മ അച്ഛ ശരിയല്ല നിങ്ങളെല്ലാം തൊട്ടി പോയി വരാം പാട്ടൊക്കെ പഠിക്കുന്ന യാത്രയൊക്കെ സങ്കടപ്പെടാത്ത ഞാൻ ദാ പോയി ദേ വരുള്ളൂ നാളെ തന്നെ അവന്റെ തലക്കടിച്ച് ഉറക്കിയിട്ടിട്ട് ഞാൻ ഇനി പോരാ കുഴപ്പമില്ല ഞാൻ തേച്ചും കൂടെ ഒന്നിച്ച് പ്ലാൻ ചെയ്തേനെ അവന്മാരെ തലക്കെട്ട് കമ്പിപ്പാരൊക്കെ അടിക്കാം അതെ തേച്ചിട്ട് അത് കറക്റ്റ് അച്ഛാ എന്തായാലും തന്ന പണി കൊള്ളായിരുന്നു കേട്ടാ ഇഷ്ടായി പെരുത്ത് ഇഷ്ടായി ശരി എന്നാ പോയിക്കോട്ടെ അമ്മ പോയിക്കോട്ടെ എടാ മക്കളെ പൊന്നുപോലെ നോക്കിയേക്കണേടാ അങ്ങനെ പേടിക്കാതിരി എന്റെ ഭാഗത്ത് നിന്നെന്തായാലും അങ്ങനെ സങ്കടപ്പെടേണ്ടത് ആളുടെ ഭാഗം തെറ്റാവുന്ന വിധത്തില് ഒരു പ്രവൃത്തി ഉണ്ടാവില്ല നിങ്ങൾ ചൂസ് ചെയ്തെന്തായാലും നിങ്ങൾക്ക് ഇതിനായിട്ട് തിരിച്ചു വരില്ല അയ്യോ എനിക്ക് പേടി എന്നെ കുറിച്ച് ഓർത്തല്ല നിന്നെ കുറിച്ച് ഓർത്താണ് നീ അവളെ പൊന്നോടെ നോക്കിയില്ലെങ്കില്
അവള് നിന്നെ ഇരുമ്പ് വടി കൊണ്ട് നോക്കും. അത് ചിലപ്പോ നിനക്ക് താങ്ങാൻ പറ്റിയെന്ന് വരൂല. അച്ഛാ എന്തോന്നൊക്കെ പറയണ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യൂല. അവളങ്ങനെയൊന്നും ചെയ്യൂല. അവള് ചിരട്ടയ്ക്ക് ഇരിക്കുകയുള്ളു അല്ലേ രജൂട്ടി? വീട്ടിൽ ഞാൻ കുറെ ചിരട്ട വാങ്ങിയിട്ടിട്ടുണ്ട്. മക്കള് വാടി, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അച്ഛമ്മ പോയാരാ, സങ്കടമൊന്നും വിടണ്ട, നമ്മള് നാളെ തന്നെ തിരിച്ചു വരും. ഇതെന്റെ വാക്ക്. അമ്മക്കറിയാം നീ പോയ പോലെ തിരിച്ചു വരുമെന്ന്. എന്റെ കൂടെ സമയത്ത് ആഹാരമൊക്കെ കഴിക്കണം കേട്ടാ, സങ്കടമൊന്നും വിടണ്ട. പോയിട്ടോ. മോനെ, ജീവിതമാണ്, ചട്ടിയും കലാമ്പ് തട്ടിയും മുട്ടിന്നൊക്കെ ഇരിക്കും എന്നും പറഞ്ഞ് എല്ലാം സഹിച്ചോടെ നിൽക്കുമെന്ന് ഞാൻ പറയുന്നില്ല. നിന്നെ കൊണ്ട് പറ്റുമ്പോ നീ നിനക്ക് എപ്പോ തോന്നുന്നു അപ്പൊ നിനക്ക് വരാം. ഞങ്ങൾ എപ്പോഴും നിന്റെ കൂടെ തന്നെ കാണും, നിന്റെ തോളോട് ചേർന്ന് തന്നെ കാണും. അന്ന് നിനക്കൊരു ബന്ധനങ്ങളും ഒരു പ്രശ്നമായിരുന്നു കേട്ടല്ലേ. ഞങ്ങൾ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ട്. എല്ലാം സഹിച്ചവിടെ നിൽക്കേണ്ട ആവശ്യം നിനക്കില്ല, മനസ്സിലായില്ല? അച്ഛാ ഇതൊക്കെ എന്റെ അടുത്ത് പറയാനുള്ളതല്ലേ, എന്റെ അടുത്ത് പറയാൻ എന്തിനാ അവിടെ പറയണ? നീ അവിടെ പറയാനുള്ള കാര്യം ഇവിടെ പറയോ? എന്തിന് നിന്റെ അടുത്ത് പറയണ? എന്തിന് ഇത്രയും വർഷം മഹത്തിന് നമ്മൾ കാണാനല്ലേ നിന്നെ? ഈ കൊച്ചു ചേർക്കനെ നമുക്കുള്ള പേടി, നീ എന്തെങ്കിലും അതിനെ ചെയ്ത് കളയോന്ന്. അല്ല നിന്നെ അത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല. നീയേ ചെയ്യുള്ളൂ അതിനെന്തെങ്കിലും ഉപദ്രവിക്കണമെങ്കിൽ. ഞാണ്ടാ പെൺകൊച്ചെ മര്യാദയ്ക്ക് കൊച്ചിനെ നോക്കിയിട്ടെങ്കിലാണ് അതിനെന്തെങ്കിലും വേദനിപ്പിച്ച് സങ്കടപ്പെടുത്തി ചെയ്ത അന്നത്തോടെ നിന്റെ ചാട്ടം ഞാൻ നിർത്തും. കൂർമുട്ടാൻ തല്ലി പിടിക്കും കേട്ടടി. എന്റെ മോളെ പോയിട്ടോ, ഭക്ഷണമൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കണം കേട്ടാ. ശരി എന്നാ വെച്ചാ ശരി, ഞാൻ എന്നാ പോയിട്ട് വരാം. എന്തിനാണ് കരയുന്നത്? എന്തിനു സങ്കടപ്പെടുന്നത്? നമ്മളെ നാളെ ഇനി വരൂല്ലേ. പിന്നെ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു സ്ഥലം വരെ പോണം കേട്ടാ. കമ്പനിയിൽ അങ്ങോട്ട് വന്നാലും മതി. ഞാൻ അവിടെ ഇരിക്കൊണ്ട് രണ്ടിന്റെ കുറുമോട്ട് തല്ലി ഒട്ടിച്ചു നോക്കും. ഞാൻ അമ്മേനെ കാലും കൈയും പിടിച്ചാണ് ജോലി വീണ്ടും അവിടെ തന്നെ കയറിയത്. രണ്ടിനെ ഇനി ആ പരിസരത്തോട്ട് കൊണ്ടുപോകും. പിന്നെ അമ്മാനമ്മ കൊടുത്തു. നീ പോടാ അവിടെ. അമ്മനി പോണ കാര്യമൊന്നുമല്ല. അമ്മക്ക് അല്ലെങ്കിൽ അമ്മാനൊന്നും പേടിയില്ല, എനക്കറിയാലോ. അമ്മാനെ നിന്റെ അടുത്ത് വിളച്ചിൽ കാണിച്ചോണ്ടാണ് ആ ചോദിക്കാൻ നമ്മൾ വന്ന. അതുകൊണ്ട് ആ കാര്യം വിട്, അതല്ല. ഇനിയിപ്പം ആളെല്ലാം നമ്മളെ വീട്ടിൽ കുറഞ്ഞില്ലേ, അപ്പൊ ആളെ തിരിച്ചു വിളിച്ചോണ്ട് വരണ്ടേ, ആളെ കൂട്ടണ്ടേ. നിന്റെ പെണ്ണിനെ പോയി നമുക്ക് വിളിച്ചോണ്ട് വരാണ്. പിന്നെ കെട്ടാണ്ട് വിളിച്ചോണ്ടിന് പോരാ. എന്ത് പറയുന്നു? ശരിക്കും എന്റെ വീട്ടിൽ എന്റെ തേച്ചു പൊന്നാണ് ചക്കരയും വയ്യ. ഞാൻ അവിടെ വിളിച്ച് പറയട്ടെ കേട്ടാ. നിങ്ങൾ നാളെ പറഞ്ഞേട്ടാ. അല്ല അതെന്തൊരു സംഭവം, കമ്പനിയിൽ എന്തേലുണ്ടായി? അതൊന്നുമില്ല ചേട്ടാ. കമ്പനിയിൽ എന്നെ റാക്കിയത് രണ്ടുപേരെ ചേച്ചിയവര് ഒന്ന് നന്നായിട്ട് റാക്കിയത് അങ്ങോട്ട്. എന്റെ പൊന്നു മക്കളെ, നിങ്ങളിത് കേട്ടോണ്ടിരിക്കാതെ ഇറങ്ങാൻ നോക്ക്. ഇവളന്മാര് ചെയ്യണത് കേട്ടാ നിന്നാ അതിനെ സമയം കിട്ടുള്ളൂ. സ്കൂൾ നഴ്സറി തൊട്ട് ഇതാ ഇപ്പൊ കമ്പനിയിൽ വരെ ആരെങ്കിലും ഇവനൊന്ന് തൊട്ട് നോവിച്ചാൽ മതി, ചെന്ന് ചോദിച്ച അവന്മാരെ പല്ലടിച്ച് അകത്തടക്കിട്ട് വരുന്ന രണ്ടെണ്ണോ ഈ രണ്ടെണ്ണം പിന്നെ ആയിരിക്കും വഷളാക്കിയിട്ടേക്കുന്നു. എന്നാ പിന്നെ ശരി, നീ വിളിച്ചവളത്തെ കാര്യം പറഞ്ഞേരും. അടുത്ത ആഴ്ച അങ്ങോട്ട് വരുമെന്ന് കേട്ടാ. പോയിട്ട് വരാം. സങ്കടമൊന്നും വിടാൻ നിൽക്കണ്ട, അതിനുള്ള സമയമില്ല. മക്കൾ പോയി പിറം കുളിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. ഒരു ഉറക്കം ഇന്നലെ 2 ദിവസമായിട്ട് ഓട്ടമാണേ. നീ നിന്റെ കാര്യം കൂടെ നോക്കണം. തലവേദന എടുത്താൽ അത് പാടാണേ. നീ പോയി തല കുളിക്കല്ലേ, പിറം കുളിച്ചിട്ട് പോയി കിടന്നു. നമ്മൾ നാളെ ഇനി വരും കേട്ടാ. ശരി അച്ഛാ, അമ്മ, അടച്ച വല്യമ്മ നോയിക്കൊണ്ടേവനെ. ശരി വേറെ നാളെ വരൂലേ? എന്റെ പൊന്നറിയാ, നിന്റെ ഈ 2 ചേച്ചിയരെ നാളെ ഇനി കൊണ്ടുവരാം. കിട്ടാനായിട്ട് ആ പെണ്ണുവരെ നോക്കാൻ പോകണം. എന്നിട്ടാണ് ആ ഇരുന്ന് കരയുന്നത്. നാളെ ഇല്ലേടാ? ശരി ചേച്ചാ, എന്നാ ശരി, എല്ലാവരും പോയിട്ട് വരാം. എന്താണ് എന്നെ പ്രിയ പത്നി
ത്യാഗി മഹാദേവനൊരു കുണ്ഠിത ഭാവം. അല്ല ആ ആ ഭാവം അങ്ങനെ ഇരിക്കട്ടെ. താങ്കൾ വന്നിട്ടെന്ത് എന്റെ മുമ്പിൽ നേരെ ചൊവ്വയൊന്ന് പ്രത്യക്ഷപ്പെടാത്തത്? ഞാൻ വന്നേനെ, വന്ന് എന്റെ തലക്കെട്ടിട്ട് കൊട്ട് തന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അങ്ങളാണ് പറഞ്ഞ നമുക്ക് ഇങ്ങനെ ഒരു പണി കൊടുക്കാന്ന്. അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ നിന്ന. നോക്ക് പാച്ചു, എനിക്ക് നിന്നോട് തമാശ കളിക്കാൻ താല്പര്യമില്ല. എനിക്ക് അച്ഛൻ്റെ അമ്മയുടെയും സന്തോഷം, അതുകൊണ്ട് മാത്രം ഞാൻ ഈ മാരേജിനെ സമ്മതിച്ചു. അല്ലാതെ എനിക്ക് നിന്നോടൊരു ഫീലിങ്സും ഇല്ല. ഞാൻ അച്ഛനെയും അമ്മയോടും ചോദിച്ചോളാം. എനിക്ക് ടൈം വേണം. എനിക്ക് ആവശ്യമുള്ള ടൈം തരാൻ പറ്റും. തന്നില്ലെങ്കിലും നിനക്ക് അതിന് താല്പര്യം ഇല്ലെങ്കിലും തന്നേ പറ്റൂ. ഓക്കെ, ആയിക്കോട്ടെ. ജസ്റ്റ് ഫ്രണ്ടായിട്ട് എന്ത് ഇരുന്നൂടെ? സമയന്റെ സമയം എടുത്തു, എനിക്ക് പ്രശ്നമില്ല. പാച്ചു, എനിക്ക് മുഖത്തേക്ക് അഭിനയിക്കുന്ന അറിഞ്ഞുകൂടാ. ഇഷ്ടമാണെന്നല്ല, അറിഞ്ഞുകൂടാ. സോ നേരെ ചൊവ്വ സ്ട്രൈറ്റ് ആയിട്ട് പറയാം. തന്നെ എൻ്റെ ഫ്രണ്ടായിട്ട് കാണാൻ പോലെ എന്നെ കൊണ്ട് ഇപ്പം പറ്റൂല. ഓക്കെ then. I'm sorry. ഞാൻ വിചാരിച്ചില്ല തനിക്ക് എൻ്റെ അടുത്ത് ഇത്രയും മാത്രം ദേഷ്യം കാണും. എന്തായാലും താൻ കിടക്ക, ഞാൻ ഒന്ന് പുറത്തോട്ട് പോകും. പപ്പു നല്ലതാണ്. ശരിയാണ്. ഗുഡ് നൈറ്റ്. എടാ, താൻ കിടന്നു. പിന്നെ തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. മറ്റാരെയും ബുദ്ധിമുട്ടിക്കണ്ട. പിന്നെ തനിക്ക് വേണ്ട സമയം എടുത്ത് തനിക്ക് മാറാനായിട്ട്. മാറാനല്ല, തനിക്കെന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. പക്ഷേ അത് വരാം ഫാമിലിയെ അറിയിക്കരുത് നമ്മൾ തമ്മിൽ ചെറിയ ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ടെന്ന്. പ്ലീസ്. അവരെ മനസ്സിൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്ന എനിക്കിഷ്ടമാണ്. പിന്നെ പാച്ചു തേച്ചു അവരും അറിയണ്ട. തനിക്ക് എന്തുവേണോ എന്നെ പറയാം ഈ റൂമിനകത്ത്. പക്ഷേ പുറത്ത് താൻ എൻ്റെ വൈഫായിരിക്കണം. എന്താ എങ്ങനെ കെട്ടിയനാണെന്ന് ഞാൻ നോക്കൂല. ചവിട്ടിക്കൂടി ദൂരെ മര്യാദക്ക് ബെഡിന് വന്ന് കിടന്നു. ആഹാ, കാത്തിരുന്നത് ഫസ്റ്റ് നൈറ്റ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തപ്പോഴേ അത് കൊളാക്കാൻ നോക്കുന്നത്. ഞാനുണ്ടാടാ നിനക്ക് ഒരു പെൺകൊച്ചിന്റെ എക്സ്പെക്ടേഷൻസ് തകർക്കാൻ നോക്കുന്നു. യു ബ്ലഡി ഫൂൾ. മര്യാദക്ക് ഇവിടെ വന്ന് കിടന്നില്ലെങ്കിൽ സത്യമായിട്ട് ഇപ്പൊ ഞാൻ എല്ലാരും വിളിച്ചു കൂട്ടും. കൂവി വിളിക്കും, അലറി വിളിക്കും. അപ്പം നിനക്കെന്നെ അക്സെപ്റ്റ് ചെയ്യാൻ സമയം വേണ്ടിയിരുന്ന? നിനക്കെന്നെ ഇഷ്ടമാണോ? അതിപ്പാ നിനക്കെന്നെ ഇഷ്ടമല്ലായിരുന്നല്ല? നീ എപ്പോഴും എന്നെ വഴക്കുറയല്ലായിരുന്ന? നിനക്ക് നിന്റെ തലയിലാണ് തേങ്ങയുടെ വീണാടി. പിന്നെ എനിക്കങ്ങനെയൊന്നുമില്ല. എനിക്കങ്ങനെ ആരെയും ഇഷ്ടക്കേടൊന്നുമില്ല. ഞാൻ പറഞ്ഞ വലിയ ഇഷ്ടമൊന്നുമില്ല, ഇച്ചിരി ഇഷ്ടമേ. എങ്ങനെ ഇത്ര ഇഷ്ടം? എന്റെ മുഖത്തൊന്ന് നോക്കിയാൽ മോള്. നോക്കടി എടി, നോക്കടി വായാടി, നോക്ക്. ഇച്ചിരി ഇഷ്ടം, എനിക്ക് ഇത്തിരി ഇഷ്ടമേ ഉള്ളൂ. എനിക്കെല്ലാം വലിയ ഇഷ്ടമൊന്നുമില്ല. എന്തേലും മുഖത്ത് നോക്കണേപ്പാ. ഞാൻ മുഖത്തൊന്നും നോക്കൂല. എന്റെ മര്യാദയ്ക്ക് വന്ന് കിടക്കണമെങ്കിൽ കിടന്നു. ഞാൻ ഉറങ്ങാൻ പോവേ. അയ്യ, ടീച്ചറിന് നാണോ വരും. അപ്പൊ പിന്നെ ആ നാണോന്ന് കണ്ടിട്ട് എന്ന കാര്യം. മോക്കിന് ഇത്തിരി ഇഷ്ടമല്ലേ ഉള്ളൂ, അത് വലിയ ഇഷ്ടാവട്ടെ. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് നൈറ്റ് കൊണ്ടാടാം. ഇപ്പൊ മക്കളിവിടെ കിടന്നോ, ചേട്ടനെല്ലാം അവിടെ കിടന്നോ കേട്ടാ. ഇച്ചിരി ഇഷ്ടം വെച്ചിട്ട് കിടക്കണേ. കുറച്ചേരം നോക്കിയിരിക്കുമ്പോ ഇഷ്ടം കൂടെയാണെങ്കിൽ നമുക്ക് പിന്നെ നോക്കാം കേട്ടാ. ശരി.
ഇച്ചിരിയല്ല ഒത്തിരി ഇഷ്ടമുണ്ട് പോലെ എനിക്ക് ഒത്തിരി ഇഷ്ടം തന്നെ. അന്ന് കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ട, പക്ഷേ കൈവിട്ട് പോയെന്നാ പ്രതീക്ഷിച്ച്. ഇന്ന് തന്നെ ആ മണ്ഡപത്തിൽ കണ്ടപ്പോ എത്ര ഹാപ്പി ആയിരുന്നു ഞാൻ മാത്രല്ല, തേജുവിന് തന്റെ കൂട്ടുകാരനെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ട. എന്നായാലും വയ്യ. അല്ല, ഈ പപ്പു എന്നുള്ള പേരായിട്ട് എന്തായാലും നല്ല ക്യൂട്ടായിട്ടുണ്ട്. ക്യൂട്ട് പപ്പു, ക്യൂട്ട് ക്യാറ്റ്, മൈ ക്യൂട്ട് ഹബി. അങ്ങനെ വഴിക്ക് വാ എൻ്റെ മോളെ. നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതാ, പക്ഷേ നിന്റെ മുഖം തുറന്നപ്പോ തീർന്നു. പപ്പു എന്നുള്ള പേരൊക്കെ അച്ഛനമ്മ ഇഷ്ടത്. തനിക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ തനിക്കത് വിളിക്കാം, അല്ലെങ്കിൽ എന്റെ ഒറിജിനൽ പേര് വിളിക്കാം. തനിക്ക് ഏതാണോ ഇഷ്ടം അത് വിളിക്കാം. അല്ല, അത് പറഞ്ഞപ്പോഴാ തന്റെ ഒറിജിനൽ നെയിം എന്താ? ഞാൻ ഇതുവരെ ചോദിച്ചില്ല, എനിക്ക് അറിഞ്ഞും കൂടാ. പ്രണവ് ദേവകുമാർ. ഓ, എന്റെ പേരറിയാമോ? മിത്തു നേരെ വിളിച്ച് കേട്ടിട്ടുള്ളൂ, അല്ലാതെ ഒറിജിനൽ പേരറിയാമോ? മാധുരി രാഘവ്. ഇപ്പൊ മാധുരി പ്രണവ്. നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ചൊന്നും അറിഞ്ഞൂടായിരിക്കും, പക്ഷെ നിങ്ങളെ കുറിച്ചെല്ലാം ഞങ്ങൾക്കറിയാം. ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് കോമൺ മാൻ. ഓക്കേ, നീ എന്നെ കുറിച്ച് നമുക്ക് വഴി അറിയാം. ഇന്നെന്തായാലും നമ്മൾ ഫസ്റ്റ് നൈറ്റ് അങ്ങ് നടത്തിക്കളയാം. ഇനി അതായിട്ട് വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട. തന്റെ ആഗ്രഹമല്ലേ നടക്കട്ടെ. അയ്യട മോനെ, അങ്ങനെ എന്റെ ഗർഭത്തിന്റെ കഴിഞ്ഞ് ഒന്നും ചെയ്യണ്ട. മക്കളെ കയറി കിടന്നോട്ടാ, എനിക്ക് ഒരു കുഴപ്പമില്ല. നമുക്ക് ഫസ്റ്റ് നൈറ്റ് നീട്ടി വെക്കാം, 1 വർഷം കഴിഞ്ഞ് മതി കേട്ടാ. കിടന്നു എനിക്ക് ഉറക്കം നല്ല ഉറക്കം വന്നു. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. ഫലിത ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതാണ് നിന്റെ ആഗ്രഹം. നമ്മളെ ഫസ്റ്റ് നൈറ്റ് അത് നടത്തിയിട്ടുള്ള കാര്യം. ലൈറ്റ് അടച്ച് ഇങ്ങോട്ട് പാടി ജാന്തി. ഓ, നിന്റെ ഫസ്റ്റ് നൈറ്റ് കൊളാക്കാൻ നോക്കണ്ട. നീ ഇങ്ങോട്ട് വരെ. വായൊക്കെ നിന്നെ കെട്ടി. ഓ, എന്റെ കിട്ടിയ പാവ. എന്നെ മാത്രമേ നോക്കാറുള്ളൂ, എന്റെ മാത്രം, എന്റെ സ്വന്തം. പോവാണോ മിസ്റ്റർ മിത്രാദിപ്? അയ്യേ, സോ സാഡ്. ഇത്രേ ഉള്ളായിരുന്നു. ഇത്ര അങ്ങ് പറയുമ്പോ പരാജയപ്പെട്ടു പോണ ആളാണെന്ന് ഞാൻ കരുതിയില്ല. അയ്യേ, എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഞാൻ അത്തുകൂടി അങ്ങ് പ്രതീക്ഷിച്ചു. ഓ, എടി മരം കയറി പാറു. നീ ഒരിക്കലും നന്നാവൂലേ. നീ അവിടെ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടിയെന്ന് നിനക്കറിയാമോ? നെഞ്ച് പെട്ടെന്ന് പിടഞ്ഞു പോയി നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ. ആദ്യം എന്റെ പെണ്ണ് കാണല്, ഇപ്പൊ എന്താ ഫസ്റ്റ് നൈറ്റ്. നീ പോയാണ്. പിന്നെ ഞാൻ എന്താണ് വരുന്നത് പറയണേ? എന്ത് ചെയ്യുമായിരുന്നു? നിന്നെ കണ്ടപ്പോ ഓടിക്കൊണ്ട് വരണമായിരുന്നു. 5 വയസ്സിലെ കളഞ്ഞിട്ട് പോയി തന്നെയാണോ നീ അന്ന് എന്നെ കുളപ്പുറ വെച്ച് കണ്ടപ്പോ സുഖം തന്നെയെന്നു ചോദിച്ചെന്നെങ്കിലാ ഞാനാണ് നിന്റെ പെണ്ണാണോ വന്നത്, ഞാനാണ് പാച്ചെന്നെങ്കിലും നിനക്ക് പ്രാവശ്യം പറയാറ്. നീ പറഞ്ഞില്ല. നീ അന്ന് എൻ്റെ അടുത്ത് എന്തെന്ന് പറഞ്ഞു? നീ സ്കൂളിലെ സാറായിട്ട് വന്നവനാണെന്നല്ലേ. പിന്നെ നീ എന്തിനാണ് മണ്ഡപത്തിൽ കയറിയിരുന്നു? അവൻ്റെ ഒരു സ്കൂളിലെ സാറ് 5 വയസ്സ് കളഞ്ഞിട്ട് പോയിട്ട് 1 പ്രാവശ്യം നിനക്ക് കൊണ്ടേ കിളവനായില്ലേടാ. നീ 1 പ്രാവശ്യം വന്നെന്നെ കാണാൻ തോന്നിയ നിനക്ക്. എന്നിട്ടാ വന്ന് കെട്ടാൻ വന്നേക്കുന്നത്. നാണോട്ടാടാ നിനക്ക്? അവൻ്റെ കുറെ എക്സ്പെക്ടേഷൻ. ഞാൻ എല്ലാം വെച്ചിരുന്നുണ്ട് എക്സ്പെക്ടേഷൻ അനുസരിച്ച്. ഞാൻ വന്നേനെ. അല്ല, അതൊക്കെ പോട്ട്. അതിന് മഹിയച്ചൻ പറഞ്ഞില്ലല്ലോ ഞാനാണ് നിന്റെ പെണ്ണാണാൻ വന്നതെന്ന് ഒന്നും. പിന്നെ ഇങ്ങനെ നിനക്ക് ഞാനാണെന്ന് മനസ്സിലായി? അതോ, എന്റെ അച്ഛൻ പെണ്ണാണാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അത് ശരിയല്ല. എന്റെ അച്ഛൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, എത്ര ബ്രോക്കർമാരടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്, എന്റെ മധുവിന്റെ മോനെ കൊണ്ടല്ലാതെ വേറൊരുത്തനെ കൊണ്ട് എന്റെ കൊച്ചിന്റെ കഴുത്തിൽ നിന്ന് താലി കെട്ടിക്കൂടെന്ന്. ആ അച്ഛൻ
ഏതോ ഒരുത്തൻ പെണ്ണാണ് വന്ന് പിറ്റേ ആഴ്ച കല്യാണം നടത്തണമെന്ന് വെച്ചാൽ അതെത്തി ചിന്തിക്കേണ്ട കാര്യമല്ലേ മോനെ പാച്ചൂട്ടാ. അതിന് പക്ഷെ എനിക്ക് ആ ചിന്തയുടെ ആവശ്യമേ വന്നില്ല ആരാണ്. അതുകൊണ്ട് ഓ ജാട ആയിക്കോട്ടെ, ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അങ്ങ് കണ്ടിട്ട് പോയാൽ ശരിയാവൂലല്ലോ. എന്നെ ഇത്രയും നാൾ മൈൻഡ് ഒന്നും ചെയ്യാത്ത വ്യക്തികളല്ലേ. അപ്പൊ ഒന്ന് പണി തരാന്ന് വിചാരിച്ചു. ഓ അപ്പൊ എന്റെ കുടുംബിപ്പാറ് വളർന്ന് ചിന്തിക്കാറൊക്കെ ആയി. അപ്പൊ ഇനി ഒരു കൊച്ചക്കാവാറായി. ഓ പിന്നെ 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 ഒന്നല്ല ഒരു 10 പിള്ളേരെ തള്ളയാവാറായി. വന്നേക്കുന്നു. ഓക്കെ, ഇനി ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്യണ്ട. ഇപ്പൊ ഞാൻ ആരാണെന്ന് പറഞ്ഞല്ല. Are you really happy for this marriage? I'm not happy എന്ന് പറഞ്ഞാ എങ്ങനെയായിരിക്കും നിന്റെ റിയാക്ഷൻ? ഹാപ്പി അല്ലെന്ന് പറഞ്ഞ this is your life. You can choose what you want. ആണോ? ഇന്ന് താരയിട്ടപ്പം എന്തെങ്കിലും പഴയ കാര്യം ഓർമ്മ വന്നായിരുന്നോ തനിക്ക്? അങ്ങനെയൊക്കെ ചോദിച്ചാ ഇന്ന് മാത്രമല്ല, എപ്പോഴും ഓർക്കുന്നൊരു നല്ല ഓർമ്മയിൽ ഉൾപ്പെടുന്നതാണ്. ആദ്യമൊക്കെ മുഖത്തെ പാടെനിക്ക് എന്നെ കാണുമ്പോൾ അതിൻ്റെ അടുത്ത് ദേഷ്യമാണ്. ആ ദേഷ്യം ഇപ്പോഴാണ് പ്രണയത്തിലേക്ക് മാറിയതെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഇപ്പോൾ ഈ പാട് എൻ്റെ ജീവൻ്റെ ഒരു ഭാഗം. അത് സമ്മാനിച്ച വ്യക്തി അപ്പോ എന്റെ അടുത്ത് പ്രണയമാണെന്നാണ് നീ പറഞ്ഞു വരുന്നത് മിസ്റ്റർ പാച്ചിക്കുട്ടി? നീ എന്നെ പാച്ചു നല്ല മോളെ വിളിക്കുന്ന, നീ എന്നെ വിളിക്കുന്നതൊക്കെ വിളി. അപ്പം ഞാൻ പറയാം എനിക്ക് നിന്നോട് എന്താണെന്ന് പറഞ്ഞു തരാം. എത്ര വർഷമായെന്നറിയാമോ ഞാൻ നിന്റെ വായിന്ന് കേട്ടിട്ട്. ഇവിടെ നിന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത പേരാണ് പാച്ചു. പക്ഷെ അവിടെ ചെന്ന് എന്നെ എല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ പാച്ചിനെ വിളിക്കാമെന്ന്. കാരണം നീ വിളിക്കുന്ന പേര് അത് നിനക്ക് മാത്രം അവകാശപ്പെട്ട മറ്റാരും എന്നെ വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം ആ പേരിൻ്റെ അവകാശി എന്നെ വിളിക്കുന്നത് കേൾക്കാനാണ് എനിക്കിഷ്ടം. അപ്പം എൻ്റെ മോളൊന്ന് വിളിച്ചാണ് കേൾക്കട്ടെ. വിളിക്കണം, വിളിക്കാം. പക്ഷേ ആ കണ്ണാടി നോക്കി ആ പാട് കാണുമ്പം എന്താണ് ഓർമ്മ വരുന്നതെന്ന് എൻ്റെ അടുത്ത് പറയണം. എനിക്ക് ഞാൻ വിളിക്കാം. അത് വേണ്ട മോളെ, നീ എപ്പോഴും എന്നെ അല്ലേ പറ്റിക്കുന്നു. ഇപ്പം നീ പറ, നീ എന്നെ വിളിയ എങ്കിലും ഞാൻ പറയും. ഞാൻ കേൾക്കട്ടെ. എത്രയോ വർഷങ്ങൾക്ക് ശേഷം നിന്റെ ശബ്ദത്തിൽ ആ വിളി അതെനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. പ്ലീസ് 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 ഒന്ന് വിളിയടാ. ഓ പണ്ട് അത്രയും വാശിയെ കുറവൊന്നുമില്ലേ? അതെ, ഈ കാര്യത്തിൽ ഇത്തിരി വാശി കൂടുതലുണ്ടെന്ന് തന്നെ എൻ്റെ മോൾ വെച്ചു. കാര്യം ഞാൻ അത്രയും ആഗ്രഹിച്ചൊരു കാര്യം. വേഗം വിളി കേൾക്കട്ടെ. ഓ ഒരു വാശി. മിത്രേട്ടാ പോരെ? മതിയില്ല മതിയില്ല, വേഗം അങ്ങോട്ട് പറഞ്ഞോട്ടെ. എൻ്റെ പൊന്നു പാറോസേ, നീ എന്നെ മിത്രേട്ടാന്ന് മാത്രം വിളിച്ചാൽ മതി. എനിക്ക് ഒത്തിരി ഇഷ്ടമായി നിന്നെ വായിന്ന് അങ്ങനെ കേൾക്കാൻ. പിന്നെ കാര്യം എന്തായിരുന്നറിയണ്ടേ? നിനക്കറിയാം, എന്നാലും ഞാൻ പറയാം. രണ്ടുപേരും കൂടെ അടിയും കൂടി ബഹളം വെച്ച് നടന്ന സമയത്തേ കഞ്ഞിയും കറിയും വെച്ച് ഓർമ്മ ഉണ്ടോ? ചിരട്ടപ്പം വെച്ച് ചിരട്ട എടുത്ത് വെച്ച് കഞ്ഞിയും കറിയും വെച്ച് അതിൽ അച്ഛനും അമ്മയും വേണ്ടേന്നും പറഞ്ഞൊരു പൂമാല ഉണ്ടാക്കി നിന്റെ കഴുത്തിലിട്ടിട്ട് നീ ഇന്ന് മുതൽ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞതിന് വേണ്ടിയിട്ട് ഇരുന്ന ചിരട്ടപാത്രം വെച്ച് എൻ്റെ കവളത്ത് വെച്ച് വീക്കി തന്നവളാണ് നീ. അതിൻ്റെ പാടാണത്. ആ പാട് കാണുമ്പം ആദ്യമൊക്കെ എനിക്ക് നിന്റെ അടുത്ത് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിന്നോടുള്ള നിന്റെ ചിന്തയുടെ ആഴം കൂടിയതനുസരിച്ച് നിന്നോടുള്ള പ്രണയവും കൂടി. നിന്നോടുള്ള പ്രണയം അതാ പാടിനുള്ള പ്രിയമായിട്ട് മാറി. കാണാൻ വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിന്നെ സ്വന്തമാക്കാനല്ലാതെ
ഈ മണ്ണി കാല് കുത്തൂലെന്നുള്ളതിന്റെ വാശിയായിരുന്നു. ഇനി തമാശയും കാര്യങ്ങളൊക്കെ വരും. ഇനി നിനക്ക് എൻ്റെ അടുത്ത് പറയാനുള്ളത് വേഗം പറഞ്ഞാണ്. നീ പറയാതെ പറഞ്ഞതല്ല, നിന്റെ ഉള്ളിലുള്ള കാര്യം നിന്റെ അടുത്ത് വ്യക്തമായി പറയണം. അത് നിന്റെ വായിൽ നിന്ന് എനിക്ക് കേൾക്കുകയും വേണം. ഇല്ല, എനിക്കൊന്നും പറയല്ല. ഞാൻ കിടക്കാമോ? ചേട്ടാ, ഗുഡ് നൈറ്റ്. എവിടെ പോവാ? എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ വരുന്നത് ഈ കബോർഡ് വരാം. ഒരു സാധനം എടുക്കട്ടെ. ഒരു സാധനം കാണിച്ചു തരാം. ഈ ഫോട്ടോ നോക്കിയാണ് ഓർമ്മ വേണ്ട? അന്ന് എൻ്റെ കവിള് ചിരട്ടയിട്ട് അടിച്ചില്ലേ? അന്ന് എൻ്റെ ചോരനെ കാട്ടി ഞാൻ കണ്ടത് നിന്റെ കണ്ണിൽ നിന്ന കണ്ണീര്. അന്ന് ആദ്യമായിട്ടാ നീ അങ്ങനെ കരയുന്നേ കണ്ടത്. അന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം നീ എനിക്ക് തന്ന സമ്മാനം അതായത് ഇത് അച്ഛൻ ഫോട്ടോ ആക്കി വെച്ചത്. അവിടെ ചെന്ന് ആൽബം ഒക്കെ കുത്തിപ്പറക്കി ചുമ്മാ ഒരു ദിവസം നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. പിന്നെ ഞാൻ അപ്പോഴേ നോക്കി. എനിക്ക് നിന്നെ ഓർമ്മ വരുമ്പോഴൊക്കെ ഞാൻ ഇതാണ് എടുത്ത് വെച്ചത്. നിനക്കിപ്പോൾ എന്നോടൊരു പ്രണയം ഉണ്ടെങ്കിൽ, എൻ്റേതാവാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ, എൻ്റെ മാത്രമായിട്ട് എൻ്റെ കൂടെ ഈ ജീവിതകാലം അവസാനം വരെ ഈ വരുന്ന 7 ജന്മത്തിൽ എൻ്റെ സ്വന്തമാവാൻ താല്പര്യമുണ്ട്. ഇപ്പം ഈ നിമിഷം നിന്റെ പ്രണയത്തെ സാക്ഷി നിർത്തി ഇതുപോലെ ഒരെണ്ണം എനിക്ക് തരണം. അയ്യേടാ മാനവേ, അങ്ങനെ ഇപ്പൊ എന്റെ പ്രണയത്തെ സാക്ഷിയാക്കുന്നില്ല. അവിടെ ഇരുന്നു അങ്ങനെ കേട്ടാ. എന്റെ മിത്രേട്ടനാണ് നോക്കി അവിടെ ഇരുന്നു. ഞാൻ കിടന്നുറങ്ങാം. അപ്പൊ ഗുഡ് നൈറ്റ്. ലവ് യു. എങ്കിൽ ശരിയല്ലോ, താൻ കിടന്നു. ഞാൻ പുറത്താണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരിയെന്നാ, ഗുഡ് നൈറ്റ്. അതെ, കിട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ ഫസ്റ്റ് നൈറ്റ് തന്നെ ഒറ്റയ്ക്ക് കിടത്തിട്ട് പുറത്തു പോയി കിടക്കുന്നത് അത്ര നല്ല ശീലമല്ല മിസ്റ്റർ പാച്ചിക്കുട്ടൻ. കെട്ടിക്കൊണ്ടുവന്നെന്നും പറഞ്ഞ് എനിക്ക് പൂർണ്ണാധികാരം യൂസ് ചെയ്യാനുള്ള അവകാശമില്ലല്ലോ. അവരെ പേഴ്സണൽ സ്പേസ് കൂടെ നോക്കണ്ടേ. സോ ഇതാണ് ബെറ്റർ എന്ന് തോന്നി പുറത്ത് തന്നെ കിടക്കാം. തൻ്റെ അത്ര കൺട്രോളൊന്നും എനിക്ക് കാണൂല. ശരിയെന്ന്. അതിന് കൺട്രോൾ ചെയ്യണമെന്ന് ഞാൻ ഇതുവരെ മെൻഷൻ ചെയ്തില്ല എന്ന് തോന്നുന്നു. നോക്ക് തേകി, എനിക്ക് തന്നെ ഇഷ്ടം. എൻ്റെ പ്രണയം ഞാൻ തന്നോട് പറഞ്ഞത്. എനിക്ക് തന്നോട് പ്രണയം ഉണ്ടെന്നും പറഞ്ഞ് അത് തിരിച്ച് പറയാതെ എനിക്ക് അറിഞ്ഞൂടെ തനിക്ക് എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ തമ്മിലുള്ള പ്രണയത്തിൻ്റെ സംയോജിപ്പ്, അല്ലാതെ 2 ശരീരങ്ങൾ തമ്മിലുള്ളതല്ല. പ്രണയം ഉണ്ടെങ്കിലേ അവിടെ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും ചിന്തകൾക്കും സ്നേഹത്തിനും അർത്ഥമുള്ളൂ. എനിക്കറിയാം സ്നേഹത്തിന് പല തലങ്ങളുണ്ടെന്ന്. പക്ഷേ എനിക്ക് തന്നോടുള്ളത് പ്രണയമാണ്. ആ പ്രണയം എനിക്ക് തിരിച്ചു കിട്ടുമ്പോഴേ തന്നോടുള്ള എൻ്റെ വികാരങ്ങൾ പൂർണ്ണമാവുള്ളൂ. എന്നിട്ട് നമ്മൾ ശരീരങ്ങൾ ഒന്നിച്ചേർന്നിട്ടേ കാര്യമുള്ളൂ. ശരീരങ്ങൾ മാത്രമല്ല, മനസ്സൊന്ന് പ്രണയം കൊണ്ട് ഒന്നിച്ചു ചേരണം. അവിടെ ജീവിതം ഒന്നാവുള്ളൂ, ജീവിതം പൂർണ്ണമാവുള്ളൂ. ഒരാളെ മാത്രം പ്രണയം നിറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. തന്നിലും ആ പ്രണയം തുളുമ്പണം. അപ്പോഴേ ആ പ്രണയത്തിന് അർത്ഥം കാണും. പ്രണയം പൂർത്തിയാക്കണം, അല്ലാതെ ശരീരങ്ങളെ ഒന്നിച്ച് ചേർപ്പിക്കരുത്. ഞാൻ പുറത്താണ്. മിത്രേട്ടാ, എനിക്ക് പ്രണയത്തെ കുറിച്ചൊന്നും അധികം പറയാറില്ല. പക്ഷേ മിത്രേട്ടനെ കുറിച്ച് പറയാറിയാം. ഓർമ്മ വെച്ച നാളെ മുതല് അച്ഛൻ പറയാറുണ്ട്, നീ എന്റെ പാച്ചിന്റെ മോൾ പെണ്ണ്, അവനല്ലാതെ മറ്റാരെയും മോൾ പ്രണയിക്കരുതെന്ന്.
എനിക്ക് അവനെ എൻ്റെ മരുമകനായിട്ട് വേണ്ടാന്ന്. അന്ന് മുതൽ പാച്ച് പ്രണയത്തിന്റെ അർത്ഥം എന്തെന്ന് അറിയുന്നതിന് മുതലേ അച്ഛൻ്റെ പാച്ച് വേണ്ടയല്ല. പ്രണയം എന്താണെന്ന് അറിഞ്ഞൂടാ, പക്ഷേ പാച്ചൊരുക്കുള്ള വിചാരം എന്താണെന്ന് എനിക്കറിയാം. എന്നാ എന്റേത് മാത്രമാകണമെന്ന വാശി. അന്ന് ചെറിയ ഓർമ്മകളെ എനിക്കുള്ളെങ്കിലും ആ പൂമാലയിട്ട് എൻ്റെ ഭാര്യയാണ് നീ എന്ന് അന്ന് പറഞ്ഞ ആ വാക്കുകൾ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ കുറേ ഓർമ്മകളുണ്ട് എനിക്ക്. ആ ഓർമ്മകളിലാണ് ഞാൻ ജീവിച്ചത്. എന്നെങ്കിലും എൻ്റെതാകുമെന്ന ചിന്തയിൽ, എൻ്റെ മാത്രമാവുന്ന വാശിയിൽ. ഒരിക്കൽ പോലും ഞാൻ മറ്റൊരുത്തനെ എൻ്റെ മനസ്സിലേക്ക് കയറ്റാൻ ആഗ്രഹിച്ചിട്ടില്ല, ശ്രമിച്ചിട്ടില്ല, ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ മിത്രമായിട്ടുള്ള ആരും പലപ്പോഴും അമ്മയെ ഞാൻ എൻ്റെ കൂടെ സംസാരിക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ട്, മിത്രമായിട്ട് കാണാൻ പറ്റുമെന്നെങ്കിലും. ഒരു നോക്ക് ആ വീഡിയോ കോളിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നൊരു നോക്ക്. പക്ഷേ അവിടെയും തോറ്റും. ചിലപ്പോഴൊക്കെ കരഞ്ഞിട്ടുണ്ട്, എന്റെ വികാരത്തെ പിടിച്ചു നിർത്താൻ കഴിയാത്ത. ചിലപ്പോൾ ഒരുപാട് ദുസ്വപ്നങ്ങൾ കടന്നു വന്നിട്ടുണ്ട് മറ്റാരുടെ സമ്പാദന ചിന്തയിൽ. പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ, ആ നെഞ്ചോട് ചേർന്ന് പിടിക്കാൻ പറ്റിയെങ്കിൽ, ഒന്ന് പൊട്ടി കരയാൻ പറ്റിയെങ്കിൽ. പക്ഷേ ഇത്രയും നാളും കാത്തിരുന്നത് എൻ്റെ മിത്രേട്ടൻ്റെ വരവിനാണ്. എന്നെ സ്വന്തമാക്കാൻ, എൻ്റെ മാത്രമാണ് ജീവൻ തന്നെ സ്നേഹിക്കുന്നൊരു ഭർത്താവ്. മറ്റാർക്കെങ്കിലും സ്വന്തമായി എന്ത് ചെയ്യുമെന്നൊക്കെ തോന്നുന്നു. പലരുടെയും മനസ്സ് നമ്മുടെ കയ്യിലല്ല മിത്രേട്ടാ. ഏട്ടൻ പറഞ്ഞില്ലേ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോന്ന്? 1000 കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, മിത്രേട്ടനെ കൊണ്ട് കുറിച്ച് ഞാൻ കണ്ട സ്വപ്നങ്ങൾ. പക്ഷേ ഈ നിമിഷം തന്നെ സ്വപ്നമാണെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏട്ടന് സ്വന്തമായെന്ന് ഞാൻ ഉറപ്പിക്കുന്നതാ ഈ കെട്ടിരിക്കുന്ന താലിയില്. ഇന്ന് എന്റെ ചിന്തകളൊക്കെ തെറ്റിച്ച് മറ്റൊരാളാണ് എന്റെ കഴുത്ത് താലിയിട്ടിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒരു ജീവിതമായിട്ട് അയാളെ കൂടി ജീവിക്കേണ്ടി വന്നത് എനിക്ക്. എന്റെ പ്രണയത്തിന് ഒരു ഉത്തരമില്ലാതായിപ്പോയത്, തോറ്റുപോയതിന്. എങ്ങനെ ഞാൻ പറഞ്ഞു തീർക്കുന്നത്? ഒറ്റ വാക്കിൽ എങ്ങനെ ഞാൻ പറഞ്ഞു തീർക്കും ചേട്ടനോടുള്ള എന്റെ പ്രണയം? എന്നെ കൊണ്ട് പറ്റില്ല. ഈ ത്യാഗിയുടെ ജീവിതം ഏട്ടന് വേണ്ടി മാത്രമുള്ള ജീവനും ശരീരവും പ്രണയവും എല്ലാം. എന്റെ സന്തോഷത്തിന് ഓരോ നിമിഷത്തിനും ഞാൻ ഓർത്തു പോയിട്ടുണ്ട്. മുഖം ഓർമ്മയില്ലെങ്കിൽ പോലും എന്റെ മിത്രേട്ടനെന്ന എന്റെ മരം കയറി പാറുന്നുള്ള പേടി. അത്രയ്ക്ക് ഇഷ്ടമായിട്ടനെ. കുറുമ്പ് കാണിക്കും, എല്ലാരെയും വഴക്ക് പറയും, എല്ലാരോടും ദേഷ്യപ്പെടും, എല്ലാരെയും ചുമ്മാ ദേഷ്യം പിടിപ്പിക്കും. പക്ഷെ ഇത്രയൊക്കെ കാണിക്കുന്ന ത്യാഗിയുടെ ഉള്ളിൽ ഒത്തിരി നൊമ്പറുണ്ടായിരുന്നു. അതെല്ലാം ഒരാളെ കുറിച്ച് മാത്രമായിരുന്നു, എന്റെ മിത്രേട്ടനെ കുറിച്ച്. എന്നെ കൊണ്ട് ഇപ്പൊ ഇതിൽ കൂടെ പറയാൻ കഴിയില്ല ഏട്ടാ.
ഇഷ്ടമാണ്. ജീവന് തുല്യം. നാളെ ഇവന് വേണ്ടിട്ട് നീ നിന്റെ ജീവൻ കൊടുക്കണമെന്ന് പറഞ്ഞ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ഞാൻ കൊടുക്കും. എന്റെ ജീവനല്ല, ജീവിതമല്ല എന്ത്. നിന്നെ കൊണ്ടതിൽ കൂടെ പറയാനാവില്ല. കൂടുതൽ ഏട്ടനെ മാത്രമായിട്ട്, ഏട്ടനെ സ്വന്തമായിട്ട്, ഏട്ടന്റെ പാൽക്കുട്ടിയായിട്ട് ഏട്ടനെ ഒന്നും ഇഷ്ടം. അത് ഏത് മരണം കഴിഞ്ഞ് നമുക്ക് സുഖത്തിലൊരു ജീവിതം ഉണ്ടെങ്കിൽ അപ്പോൾ ഏട്ടന്റെ മാത്രമാണ് എനിക്ക് ആഗ്രഹം. മറ്റൊരാളുടെ കരവലയത്തിനുള്ളിലാകാൻ എനിക്കുണ്ടാവില്ല. ഏട്ടനെ നെഞ്ചിലെ ചൂടേറ്റ് മരുന്നാണ് എനിക്കിഷ്ടം. I love you. I love you too. ആരാ പറഞ്ഞ എന്റെ മരങ്കരയ്ക്ക് പ്രണയത്തെ കുറിച്ച് അറിഞ്ഞതെന്ന്? ഇതിലും വലുതൊന്നും എനിക്ക് കേൾക്കണ്ട. ഇതിലും വലിയ സംഭവമൊന്നും എനിക്ക് വേണ്ട. നീ എന്റേതാ, എന്റേത് മാത്രം. മറ്റൊരുത്തിന് നോട്ടം കൊണ്ട് പോലെ നിന്നെ സ്വന്താക്കാൻ ഞാൻ അനുവദിക്കില്ല. നീ എന്റേതാ. എന്റെ ജീവനും ജീവിതവും എന്റെ ശ്വാസവും എല്ലാം. നാളെ ഹൃദയമെടുപ്പ് നിന്നാ പോലും അത് നിനക്ക് വേണ്ടി മാത്രമായിരിക്കും. I love you. ഇന്നീ രാത്രി, നാളെ സൂര്യന്റെ വെളിച്ചം നിന്നെ കേൾക്കുമ്പോ നീ എന്റേതായിരിക്കും. എല്ലാം കൊണ്ടും നീ നിന്റെ മിത്രേട്ടന് സ്വന്തം. ഈ നെഞ്ചിലെ ചൂടേറ്റ് എന്നെ ഹൃദയം താളം കേട്ട് നീ നാളെ സൂര്യനെ കാണും. പുഞ്ചിരി തൂക്കി നമ്മളെ നോക്കി അനുഗ്രഹിക്കുന്ന സൂര്യനെ. ലവ് യു. അപ്പോ എല്ലാവർക്കും എൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ സുന്ദരമായിട്ടുള്ള ഫസ്റ്റ് നൈറ്റിലേക്ക് സ്വാഗതം. Love you. Love you too. അപ്പൊ എങ്ങനെ ഓഫാക്കല്ലേ? ഒരു കൂതറ പെണ്ണുകളിൽ നിന്ന് ഒരു അടിപൊളി ഫസ്റ്റ് നൈറ്റ് വിത്ത് മീ. നീ പുറപ്പാട്ട് ഇങ്ങോട്ട് മാറിക്കട കൂതറ പെണ്ണല്ലേ ഞാൻ. എനിക്ക് വേണ്ട ഫസ്റ്റ് നൈറ്റ് വേണ്ട, ഒന്നും വേണ്ട, പാടുന്നു. അയ്യോ, അങ്ങനെ പറഞ്ഞുകൂടാ. നീ എന്റെ മുത്താണ്, ചക്കരയാണ്, പൊന്നാണ്, സുന്ദരിയാണ്, എല്ലാം നീയാണ്. ഇനി എന്റെ കൊച്ചുങ്ങളുടെ അമ്മയും നീയാണ്. അല്ല, നമുക്ക് എത്ര കൊച്ചുങ്ങൾ വേണമെന്നാണ് മിത്രത്തിന്റെ ആഗ്രഹം? നമ്മളെ പാറു പരിശ്രമിക്കലും വിജയിക്കാം എന്നാണല്ലോ. നീ ആദ്യം പരിശ്രമിക്കാൻ അനുമതിയില്ലേ, എന്നിട്ട് നമുക്ക് വിജയിക്കാം. എന്നാ പിന്നെ വെളിച്ചം ദുഃഖമാണോ നീ, ഇരുട്ടല്ലേ സുഖപ്രദം, നമുക്ക് ഇരുട്ടിൽ പ്രാപിക്കാം. അയ്യോ, എല്ലാരും ഓടി വരണേ, കള്ളങ്കരയെ കള്ളൻ ഓടിവായോ, നാട്ടുകാരെ ഓടിവായോ, വീട്ടുകാരെ ഓടിവായോ. പൊട്ട നിന്റെ വീട്ടിൽ കള്ളനാടെ ഇറങ്ങ ഓറ ഇറങ്ങി ചേർന്ന് അടിയിടവന്. കേറിയന്റെ തലയിൽ ഇടത്തി വീണേ. വരണടാ, വരണമെങ്കിൽ ഇറങ്ങി പോകാനായിട്ട് പാച്ചു. ആരടാ കേറിയത്? ആരായത്? അവന്റെ അന്തി എന്റെ കൈ കൊണ്ടായിരിക്കും. അവനെ ഞാൻ കൊല്ലുവല്ലോ. അവൻ ഒരു വീട്ടിലവൻ കേറില്ല, പന്നി. അവൻ എന്റെ കൈ കിട്ടിട്ട് അവന്റെ മണ്ഡപം ഞാൻ പൊളിക്കും. പന്നീര എന്നെ കൊണ്ട് വാടാ. പാവങ്ങള് നമുക്ക് പോയി നോക്കാം. ആരാന്നറിയാം. ഇത് ചിരിക്കില്ല എന്റെ തേജസ്സേ.
സിറ്റുവേഷൻസ് മനസ്സിലാക്കുന്നത്. എവിടെ എവിടെയാ പോയാവായി അത് ഇല്ല. നിങ്ങൾ എന്തേലും മോനെ നോക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങോട്ട് ഇറക്കി വിടാവനാ. എന്റെ കയ്യിലാണ് കിട്ടുമെന്നില്ല. അവന്റെ അമ്മ എവിടെയാ ഞങ്ങളിവിടെ ഉണ്ടല്ലേ. ഞങ്ങളാ വിളിച്ച് ഞങ്ങളാ ഈ വീട്ടിൽ കയറിയത്. അല്ല നീയൊക്കെ രണ്ടെണ്ണവും കല്യാണത്തിന് വന്നില്ല. പിന്നെ എന്തിനാണാവോ ഈ സമയത്ത് കിട്ടിയിരുന്നത് ഇങ്ങോട്ടെത്തിയത്? പറടാ. അത് ഞാൻ പറയാം. കുറച്ച് ദിവസം മുമ്പ് എന്റെ അച്ഛന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്തേ ഉള്ളൂ. ഞാൻ അവിടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് വന്നപ്പോ സെലിബ്രേറ്റ് ചെയ്യണം. അപ്പൊ അച്ഛൻ പറഞ്ഞ അച്ഛനിപ്പോ സെലിബ്രേറ്റ് ചെയ്യണ്ട, കൂട്ടാനുണ്ട് കൊള്ളപ്പോ മതി. ഞാനും അത് നോക്കി കളഞ്ഞു. എന്ത് ചെയ്യാനാ, അച്ഛൻ്റെ ആഗ്രഹമല്ലേ, എങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. മോളെ അമ്മ കുറിച്ചു നിന്നെ നാളെ നോക്കിപ്പോ. ഇപ്പൊ ചേട്ടൻ പോവേണേ. അറിയാലല്ല. ശരിയപ്പോ പോണേട്ടാ. ചേച്ചി വാ. ഇതിനെ കൂട്ടുനിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് നാളെ സമ്മാനം. ശരിയെന്നാ. അയ്യോ എന്റെ ഏട്ടന്മാരെ എവിടെ പോണേ? ഹായ് നാത്തോൻസ്. എന്റെ പേര് അവന്തിക രാഹുൽ. ഇതെന്റെ ഹസ്ബൻഡാണ്. ഇതെന്റെ സഹോദരിയാണ് അനിയത്തി. അപ്പോ എനിക്കിന്ന് എന്റെ ചേട്ടന്മാരോട് കിടക്കാൻ എനിക്കൊരാഗ്രഹം. അപ്പം ആ ആഗ്രഹം സാധിച്ചു തരൂല്ലേ നിങ്ങള്? എനിക്കറിയാം നിങ്ങൾ സാധിച്ചു തരുമെന്ന്. കളിക്കല്ലേ. നീ എങ്ങോട്ടാണ് പോണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം കേട്ടോ. നിർത്തിക്കോ നീ ഇതിവിടെ വെച്ച്. ചേട്ടത്തിമാരെ എവിടെയും വരണില്ല. ചേട്ടത്തിയാരും നമ്മളവിടെ കിടന്നോളും. മക്കളെ പോക്കോ. മക്കളോടെ വേറെ ദിവസം വന്ന് കിടന്നോളാം കേട്ടാ. നിന്റെ അവിടെ കിടക്കാൻ നിൽക്കാൻ ഒരു മാപ്പിളയായിട്ട് കെട്ടിച്ചിരുന്നു കേട്ടല്ലേ. അവന്റെ അവിടെ കിടന്നാൽ മതി. ഞങ്ങളെ കാര്യം പെണ്ണിന്റെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം കേട്ടാ. നീ കൂടുതൽ അവരെ സംരക്ഷിക്കണ്ട. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാം. പോ. എന്നെ കുഞ്ഞളിയുമായി കെട്ടിപ്പിടിച്ച് കിടത്തി രണ്ടുപേരും നാട്ടിൽ കയറി നോക്കിക്കോ. അങ്ങനെ നീ നാട്ടിൽ കൊണ്ടാക്കണ്ട. നീ അങ്ങോട്ട് മാറി കേട്ടാ. നീ ഇതിന്റെ ഇടയിൽ കയറിയെന്ന് വെച്ചാൽ നിന്നെ കൊല്ലുന്നില്ല. അറിയാലോ എന്റെ സ്വഭാവം. ഇവിടെ പലതും വെളിപ്പെടും. അപ്പു ഇവനെ വിളിച്ചോണ്ട് ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്ക് കേട്ടല്ല. ഇത് വന്നാണ് ഇവർക്ക് എല്ലാവർക്കും പ്രാർത്താണ്. നീ എവിടെയാലും മൈൻഡ് ചെയ്യണ്ട. വന്ന് ഇപ്പൊ ഇറങ്ങി വന്നതായ പ്രശ്നം. കള്ളന്മാർ വന്ന് എല്ലായിടത്തോളം ഓട്ടണം വിചാരിച്ചാൽ മതിയായിരുന്നു. പാറൂട്ടി വാ, നമുക്ക് പോയി കിടക്കാം. ഇവിടെ പ്രാന്തനുണ്ടെന്നിരുന്നാലേ അറിയാൻ സമയം കിട്ടും. വേറെ ഒന്നിനും സമയം കിട്ടൂല. ആരപ്പിരി പോയ ദിവസമാണ്. വാ പോ. അതെ, ഞാൻ പറഞ്ഞത് ഇവിടെ നടക്കും. ചേട്ടത്തിമാര് ഇന്ന് എന്റെ കൂടെ കിടക്കും. ഇല്ലെങ്കിൽ എന്നോട് ആരും ഉറങ്ങില്ല. അറിയാൻ എന്റെ സ്വഭാവം. ആരും ഉറങ്ങാൻ പോകില്ല. അപ്പം പോവാൻ ചേട്ടത്തേരെ. ബാ, എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നീ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് പിന്നെ നോക്കാം. ഓ ഇത് ഏത് നേരത്തിനോട് കെട്ടിയെടുത്ത നീ ഞങ്ങൾ കൊള്ളാൻ പറഞ്ഞു. ഇന്ന് നോക്കിയപ്പോ ആര് വിളിച്ച കല്യാണത്തിന് വിളിച്ച കല്യാണത്തിന് വരണം. തിന്നണം, വീട്ടിൽ പോകണം തിരിച്ച്. അല്ലാതെ പാതിരാത്രിയല്ലേ കയറി വരാളാ. ഇവിടെ ആരെ വിളിച്ചേന്നിപ്പോ? അവളെ വിളിച്ച ഞങ്ങളാടാ. പിന്നെ അല്ലാതെ നീയൊക്കെ ആ കൊച്ചിന്റെ അടുത്ത് കാണിച്ച് എന്താണെന്ന് അറിയാല. ഫസ്റ്റ് നൈറ്റ് നീയും ഇതൊക്കെ രണ്ടെണ്ണം ഇതേപോലെ അവളുടെ അടുത്ത് കാണിച്ചു. ഈ ചെറുക്കനെ വിളിച്ചോണ്ട് നിന്റെയൊക്കെ കൂടെ പോയില്ലേ? നീ അവനെ കെട്ടിയിട്ട് അവിടെ കിടത്തിയില്ലേ നീയൊക്കെ? അപ്പൊ പിന്നെ ഇതൊക്കെ തന്നെ പണിക്ക് തിരിച്ചു പണി. അതിന് നമ്മളും കൂടെ ഉണ്ട് കേട്ടാ. എന്റെ മക്കൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. ഓ തന്തേനും ആയിപ്പോയി. ഇല്ലെങ്കിൽ ഇപ്പൊ കാണാനിപ്പോ. അപ്പൊ ശരി എന്നാ, ഗുഡ് നൈറ്റ്. ഞങ്ങളെന്ന് അപ്പുവിനോടെ കിടക്കാം. ശരി എന്നാ, ലവ് യു. ആരെങ്കിലും വിളിച്ചാൽ അപ്പോഴേക്കാണ് പോക്കോളൂ. ചേട്ടാ ഞാൻ പോവാന്ന്. ലവ്യൂ പോലെ പാർക്കോടാണ്. ലവ്യൂ ഉണ്ടാക്കിയപ്പോ എനിക്ക് വേണ്ട പോലെ ഇങ്ങനത്തെ എടുത്താണ് വാറാമത്തെ റൂമിൽ പോയിട്ടേ. അപ്പൂസേ, അപ്പൊ ശരി, ഞാനും അവരോടെ പോവാണ് കേട്ടാ. ചേട്ടാ, ലവ് യു. പോയേക്കണോളെ വിളിച്ച ഉടനെ പോയേക്കണോളെ മാപ്പിളല്ലേ വിളിച്ച പോയില്ലാണ്ട് പോകും. എനിക്ക് വേണ്ട നിന്റെ ലവ് വേണ്ട, ഒന്നും വേണ്ട. പോണവരൊക്കെ പൊക്കോണം. നാളെ നമ്മുടെ അടുത്ത് വരാറ്റ് ഈ വാടാ എല്ലാവരുടെയും കാണുന്നുണ്ട്. എല്ലാത്തിനെയും
അപ്പൊ പിന്നെ ശരി ഇത്തിരി പണിയുണ്ട് മോനെ പാടാ നമുക്ക് കിടക്കാടാ അതാണ് നമുക്ക് പോയി കിടക്കാമേ ആടാ കുട്ടാമോ. അപ്പൊ എന്റെ കൂതറ ഫസ്റ്റ് നൈറ്റ് കാണാൻ വന്ന എല്ലാവർക്കും നന്ദി. ഇനി നമുക്ക് ഇതിന്റെ 16 ശമ്പരം കഴിക്കാൻ വരുമ്പോ കാണാം.